ഹായ്, അമല സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ മുകളിൽ കുറച്ച് കറ്റാർവാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെയിലല്ലേ ഇപ്പോൾ, അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ? ഭംഗിയുണ്ടോ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ കാണാൻ പോയ പാടാണ് കേട്ടോ ആ ഭാഗത്താ കാണുന്നത്. കണ്ടോ? ഇതിന് ചുറ്റുമാണ് ആ പാടം കാണുന്നത്. സന്ധ്യ നേരത്ത് ഇവിടെ വന്നിരിക്കാൻ നല്ല രസാട്ടോ. എന്താ പറയാ, നല്ല പാടമല്ലേ, അത് കാരണം കൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അപ്പൊ നല്ല സുഖമുണ്ട് ഇരിക്കാനായിട്ട്. മുകളിൽ തണുത്ത കാറ്റും അതുപോലെ തന്നെ കാഴ്ചകളും കണ്ടിട്ട് ഇങ്ങനെ ചായയും കുടിച്ചിരിക്കാനായിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ. അപ്പൊ ഞാൻ ദേ മുകളിൽ കയറിയപ്പോൾ പിള്ളേരും ഉണ്ടായിരുന്നു മുകളിൽ. അപ്പൊ ഞങ്ങൾ ദേ കുറച്ചേരം ഇരുന്നിട്ട് ഇരുട്ടാവുമ്പോഴത്തേന് ഇറങ്ങാന്ന് പറഞ്ഞാൽ വരുന്നില്ല. അവര് മുകളിൽ കയറി ഇരിക്കുക, ഞാൻ ദേ താഴെയും. മുകളിൽ ഏണി ഫിറ്റ് ചെയ്തിട്ടില്ല, തൽക്കാലം വെച്ചിരിക്കുന്നതാണ്. നിങ്ങളിൽ എത്ര പേര് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ട്? ദേ മുകളിൽ നിൽക്കുന്ന ഈ ആളെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഈ അമ്പിളിമാവനെ നോക്കി കാണിച്ചു തന്നിട്ട് നമുക്ക് വൈകുന്നേരം ചോറ് തരാം. ഞാനും കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനെ അമ്പിളിമാവനെ കാണിച്ചിട്ട് ചോറ്. അപ്പോഴാണ് എൻ്റെ മോൻ കരഞ്ഞിട്ടുള്ളത്, അമ്പിളിമാവനെ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട്. പണ്ടൊക്കെ എല്ലാവരും അമ്പിളിമാവനെ കാണിച്ച് നടന്നിട്ടാണ് അമ്മമാര് കുട്ടികൾക്ക് ചോറ് കൊടുക്കുക. ഇപ്പം അതൊന്നല്ല, ഇപ്പം ഫോണാണ്, മൊബൈലിൽ കയ്യിൽ കൊടുത്തിട്ടാണ് ചോറ് കൊടുക്കുന്നത്. കാലത്തിൻ്റെ ഒരു പോക്കെ. ടെക്നോളജി വളർന്നപ്പോൾ അമ്പിളിമാവനെ അടുത്തും കാണാം സൂം ചെയ്തിട്ട്. പണ്ട് അത്രയും കാണാൻ പറ്റില്ലായിരുന്നല്ലോ. ടെക്നോളജി വളർന്നതോടൊപ്പം മനുഷ്യനും മണ്ണും പ്രകൃതിയും എല്ലാം മാറി. അപ്പൊ ഇതാ കാണുന്ന ഓട് വീടാണ് കേട്ടോ നമ്മുടെ അനുവിന്റെ വീട്. നമ്മൾ വീഡിയോയില് ഒരു പെൺകുട്ടീനെ കണ്ടിട്ടില്ലേ, അവളുടെ വീടാണ് കേട്ടോ ആ വീട്. അപ്പൊ അനുന്ന് ക്ലാസ്സിൽ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ വന്നു, നമ്മുടെ നായ്ക്കുട്ടീനെ കേട്ട് കുറച്ചു നേരം കളിച്ചിട്ട് പോയതാണ് ആള്. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ, അതേപോലെ ഞാൻ താഴേക്ക് വിളിക്കുമ്പോൾ എന്നെ അങ്ങോട്ട് മുകളിലേക്ക് വിളിക്കുന്നത്. ലാസ്റ്റ് ഞാൻ ഏണിയിൽ കയറി. എനിക്ക് ഫിറ്റ് ചെയ്യാത്ത കാരണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മുകളിൽ കയറാനായിട്ട്. അവരതിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുറേ നേരം കേട്ടോ കളിച്ചിട്ട് ഇറങ്ങുന്നില്ല, അതിൻ്റെ മുകളിൽ ഇരിക്കുക തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല വീഡിയോകളിലും ഇതുപോലെ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് തമ്പനയിലൊക്കെ കൊടുത്തിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ നമ്മൾ തമ്പനയിൽ കാണുമ്പോൾ തന്നെ പേടിച്ചിട്ട് അയ്യോ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് കാണും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ റിഹേഴ്സലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടോ, തകർത്ത് അഭിനയിക്കുക കേട്ടോ. ഒറിജിനലായിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇവരിതേ ഡ്രമ്മിൻ്റെ ബാക്കിലിരുന്നിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്, എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ലാസ്റ്റ് ഫൈനൽ പോസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എപ്പോഴും. അപ്പോൾ അതെന്താണെന്ന് എങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നാച്ചുറലി സംഭവം. നമ്മൾ ശരിക്കും വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇതേപോലെ കൈക്കും തലയും മാത്രമേ കാണുള്ളൂ, ബാക്കിയൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ ശരിക്കും തമ്പനയിൽ കാണുമ്പോൾ എടുത്ത് നോക്കുകയും ചെയ്യും, നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലേനും. ഇതൊക്കെയാണ് സംഭവം. അങ്ങനെ എന്നെ ദൈവന്മാർ പിടിച്ച് കയറ്റാണ് കേട്ടോ മുകളിലേക്ക്. എനിക്ക് ആ മുകളിലേക്ക് കയറി വരാൻ കുഴപ്പമില്ല, പക്ഷെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു പേടി. കാരണം ഏണി എങ്ങാനും വീണാലോ, അത് ഉറപ്പിക്കാത്ത ഏണിയല്ലേ, അതിൻ്റെ ഒരു പേടിയിൽ ഞാൻ അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഇവന്മാർ എന്നെ പിടിച്ച് മുകളിലേക്ക് കയറ്റി. അപ്പോൾ അവർക്ക് സമാധാനമായി, ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക, എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കും. ഇവിടെ കയറിയിരിക്കാൻ നല്ല സുഖമാണ്, നല്ല തണുപ്പാണ് എന്നും പറഞ്ഞിട്ടാണ് മുകളിൽ കയറ്റിയത്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ ടെറസും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടോ? 1-2 ആഴ്ച നല്ല മഴയായിരുന്നു, അതിന് ഓപ്പോസിറ്റാണ് ഇപ്പം നല്ല വെയിലാണ്. അപ്പോൾ പക്ഷേ മുകളിൽ കയറിയിരുന്നപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേനും വെയിലൊക്കെ ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് ഇച്ചിരി വെയിലിൻ്റെ ശക്തി ഇത്തിരി കുറവുണ്ട്. അതുകൊണ്ടായിരിക്കാം മുകളിൽ കയറിയിരുന്നപ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം നല്ല വൈബായിരുന്നു കേട്ടോ മുകളിൽ കയറിയിരുന്നപ്പോൾ. അപ്പോൾ ആ ടൈമിൽ എന്താ പറയുക, ചക്കപ്പേരിയോ കട്ടൻ ചായയൊക്കെ കിട്ടി കഴിഞ്ഞ് സുഖമായിട്ട് മുകളിലിരുന്ന് അടിച്ച്. കുറച്ച് ദിവസമായിട്ട് പണികളൊന്നും നടക്കുന്നില്ല. പെരുന്നാളിൻ്റെ ലീവും ടൂർ പോക്കൊക്കെ ആയിട്ട് ആരും പണിക്കാരും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്കിത് ഫുള്ളായാലും ഒരു എന്താ പറയുക, ഒരു സുഖമുള്ളൂ. ഇതിപ്പോൾ പകുതിയൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാരണം പിന്നെ ഒരു മനസ്സമാധാനം എന്താണെന്ന് വെച്ചാൽ റെൻ്റ് കൊടുക്കാണ്ടിരിക്കാമല്ലോ എന്നുള്ളൊരു മനസ്സുഖം മാത്രമാണ്. പിന്നെ ഇടയ്ക്കും തലയ്ക്ക് പണിക്ക് വരുമ്പോണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരാഞ്ഞിട്ടും ഫുള്ളായിട്ട് തീർക്കാത്തതിലുള്ള ഒരു പ്രഷർ വേറെ ഉണ്ട്. അവർക്ക് തിരക്കാണെന്നും പറഞ്ഞിട്ട് വരാഞ്ഞിട്ടേ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ഫ്രീഡം കിട്ടുന്നില്ല. കാരണം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് മുഴുവനാവാനുള്ള ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാമൊക്കെ മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, എപ്പോഴെങ്കിലും കഴിയും എന്നുള്ള ഒരു ഇതിലിരിക്കുകയാണ്. മുകളിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പരിക്കനിട്ടിട്ടില്ല. അത് കാരണം മഴ പെയ്തിട്ട് നിറയെ വെള്ളമായിരുന്നു. നമ്മൾ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്, പ്ലംബിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടെ അവിടെ ഇവിടെയൊക്കെ ക്ലിയർ അല്ലാത്ത കാരണേ ഒക്കെ വെള്ളം കെട്ടി നിൽക്കായിരുന്നു. വെയിൽ കണ്ടപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയത്.
അപ്പോൾ ഒന്നും കഴിയാത്ത കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഒരു വീട് പണി പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. നമ്മൾ വിചാരിച്ച സമയത്ത് കഴിഞ്ഞില്ല, എന്നിട്ട് എന്നാൽ കയറി താമസിച്ചിട്ട് ഫിനിഷ് ആവണില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ പോകണം. എല്ലാവരും കൂടിയിട്ട് കൂക്കുമ്പളിയും കൂട്ടിയിട്ട് അനുവിനെ ദൈവം വിളിച്ചു വരുതേ. എന്നിട്ട് ഞങ്ങൾ ഒളിച്ചിരിക്കുകയായിരുന്നു ഓടിൻ്റെ ഉള്ളിൽ. അങ്ങനെ കുറേ നേരം തിരഞ്ഞതിന് ശേഷം ഞങ്ങളിതേ കല്ലെടുത്തെറിഞ്ഞ് അനുവിനെ കാണിച്ചു കൊടുത്തു. കല്ലെടുത്തെറിഞ്ഞ് അവളുടെ വീടിൻ്റെ അവിടെ വരെ എത്തില്ല കേട്ടോ, ഞങ്ങളുടെ കോമ്പൗണ്ടിൽ തന്നെ എത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. ബൈ ബൈ.